ചേച്ചി, ജോബിന് ചേച്ചി. അന്നക്കുട്ടി, എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം. ചേച്ചി കഴിഞ്ഞ പ്രാവശ്യത്തെ 2 വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. ഭയങ്കര ഗംഭീരമായിട്ടുള്ള ആങ്കറിംഗ് ഒക്കെ ചെയ്യണേ. എനിക്ക് കൂടുതൽ പഠിപ്പിച്ചു തരുമോ? അതിനിപ്പോ എന്താ, അതിപ്പോ എളുപ്പല്ലേ. ഇന്ന് നമുക്ക് അടുത്ത എപ്പിസോഡ് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, തുടങ്ങാം. വോയിസ് 13ന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും ഞങ്ങൾക്ക് വളരെ നല്ല റിവ്യൂസ് ലഭിച്ചു. അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ച എല്ലാവർക്കും നന്ദി. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ കാറ്റീസൺ ഡയറക്ടർ ആയ ജെയിംസ് ചക്കാത്തച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അച്ഛൻ മാത്രമല്ല, അച്ഛന്റെ കൂടെ കാറ്റീസത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ മെൽവിൻ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. എന്ത് ഗംഭീരായിരുന്നു പ്രസംഗമായിരുന്നു. അതെ, അച്ഛൻ ഊട്ടുനേർച്ചയെ കുറിച്ചും അതുപോലെ പൂർവ്വ യൗസേപിതാവിനെ കുറിച്ചും എത്ര മനോഹരമായിട്ടല്ലേ നമുക്ക് പ്രസംഗത്തിൽ പറഞ്ഞു തന്നത്. അതെ, അതിനുശേഷം നമുക്ക് കൂട്ടുകാർച്ച ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. നസ്രത്ത് യൂണിറ്റായിരുന്നു അത് നയിച്ചതും. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും വന്ന് നമ്മുടെ റാങ്ക് ഹോൾഡറായ മെൽവിനെ അനുമോദിച്ചു. ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കുട്ടികളെല്ലാം അനുമോദിക്കുകയും ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ മാർട്ടിനച്ചന്റെ ബർത്ത്ഡേയും സാൻജോച്ചന്റെ ഫീസ്റ്റ് ഒക്കെ ആഘോഷിച്ചില്ലേ? പിന്നെ മാർട്ടിനച്ചനും സാൻജോച്ചനും ഭയങ്കര ഹാപ്പി ആയതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ കൈക്കാരന്മാരായ ബൈജു ചേട്ടനും ഷൈജു ചേട്ടനും വന്ന് അവർക്ക് ബൊക്കെയൊക്കെ കൊടുത്ത് ആദരിച്ചില്ലേ? അത് കളറായിരുന്നു. മൊത്തത്തിലൊരു ഗംഭീര പരിപാടിയായിരുന്നു. അത് മാത്രല്ല ചേച്ചി, നമ്മുടെ ടോമി ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രോഗ്രാം മൊത്തത്തിൽ കളറായിരുന്നു അല്ലെ? അടുത്ത ആഴ്ചയിലെ പരിപാടികൾ എന്തൊക്കെയാ ചേച്ചി? അടുത്ത ആഴ്ച മുതൽ നമുക്ക് വീട് വെഞ്ചിരിപ്പ് ആരംഭിക്കാം നമ്മുടെ ഇടവകയില്. അല്ല, നീ മലയാറ്റൂർക്ക് പോകണ്ടോ? ഞാൻ ആലോചിക്കുന്നുണ്ട്. ആലോചിക്കുന്നേ ഉള്ളോ? ഉണ്ടെങ്കിൽ വേഗം മാതൃവേദി ഭാരവാഹികളുടെ പേര് കൊടുക്കണം. അല്ല, നമ്മുടെ പെരുന്നാളൊക്കെ വരുമല്ലേ, അതിന്റെ ആഘോഷമൊക്കെ എന്തായി? ഓരോ യൂണിറ്റുകാരും ഓരോ പരിപാടികൾ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടെ. ആണോ? അവര് നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവൂലേ? നിങ്ങളുടെ യൂണിറ്റിനോ? പരിപാടികൾ എടുത്തിട്ടുണ്ട്, പ്രാക്ടീസ് തുടങ്ങുന്നു. അപ്പൊ എല്ലാരും സെറ്റ് ആക്കിട്ടാ നമ്മളൊന്ന് പൊളിക്കും. നാളത്തെ വായനകൾ. 1-ാം വായന ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷം മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഈ ആഴ്ച ബദലൈ യൂണിറ്റ് നന്നായിട്ട് തന്നെ കുരിശിന്റെ വഴി നടത്തിയായിരുന്നല്ലേ? അടുത്ത ആഴ്ച ആരാ? അടുത്ത ആഴ്ച കുരിശിന്റെ വഴി നടത്തേണ്ടത് ഗലീലി യൂണിറ്റ് ആണ്. ഇപ്പൊ ഏതാണ്ട് പറയാനൊക്കെ പഠിച്ചില്ലേ? പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. അച്ഛൻ അവിടെ നിന്ന് ക്യാമറ റോളിംഗ് ആക്ഷൻ എന്ന് പറയും. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും, കുറച്ചൊക്കെ തെറ്റിക്കും, കുറച്ചൊക്കെ തെറ്റിപ്പോവും, ചിലപ്പോ ശരിയാവും. അച്ഛൻ എഡിറ്റ് ചെയ്ത് അവസാനം വോയിസ് 13.